ഫ്ലിപ്കാർട്ടിൽ സമ്മർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ 9 മുതൽ 13 വരെ. പേര് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ AC, റെഫ്രിജറേറ്റേഴ്സ്, എയർ കൂളേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളിലും ഓഫറുകളുണ്ട്. പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പല ഫോണുകളും ഇതുവരെ കാണാത്ത രീതിക്കുള്ള ഓഫർ ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ അടുത്ത തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇയർബഡ്സുകളുടെ കാറ്റഗറി, നമ്മുടെ മെയിൻ സംഭവത്തിൽ എന്തൊക്കെയാണ് ഓഫേഴ്സ് കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ആക്സിസ് ബാങ്ക്, HDFC, ബാങ്ക് ഓഫ് ബറോഡ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ EMI ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുവാണ്. എന്നാൽ ഇതൊക്കെ നോർമലി നമ്മൾ പ്രീപെയ്ഡ് ഓർഡർ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ അതിന് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ EMI ആണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് കാരണം അവർക്ക് പലിശ കിട്ടും, അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അൺബോക്സ് എന്ന ഗാഡ്ജറ്റ്സുകൾ, അതുപോലെ തന്നെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഇൻസ്റ്റയിലുള്ള നമ്മുടെ ദീപ് സ്റ്റോറിൽ സെയിൽ ചെയ്യുന്നുണ്ട്. സോ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് നമ്മൾ അവിടെ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ റിയൽമി ഇയർബഡ്സ് തന്നെ നോക്കാം, ഏതിനൊക്കെയാണ് ഇപ്പോൾ ഓഫർ ഉള്ളതെന്നുള്ളത്. ഡെസ്ക്ടോപ്പ് മോഡ് ആക്കട്ടെ. ഓക്കെ, ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് റിയൽമി ബഡ്സ് T110 1199 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 1199 രൂപ പൊതുവെ നമുക്കിപ്പോൾ ഓഫർ സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും 1200 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ് നമ്മുടെ റിയൽമി ബഡ്സ് T110. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയൽമിയുടെ പ്രോഡക്റ്റ് ആണ് റിയൽമി ബഡ്സ് Air 7. 3299 രൂപയാണ് നമുക്ക് നോർമലി കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് 2999 രൂപ മേടിക്കാൻ സാധിക്കും. Air 7 ആക്ച്വലി നമുക്ക് 2999 ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ മാറ്റിയിട്ട് 3299 മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതങ്ങോട്ട് 2999 എത്തിയിട്ടുണ്ട്. കൂടാതെ റിയൽമി ബഡ്സ് T310 ഉറപ്പായിട്ടും 1899 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു ഡീൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. T300 ഇപ്പോൾ കാണാറില്ല, അതുകൊണ്ട് തന്നെയാണ് T310 അങ്ങോട്ട് 1899 വന്നിരിക്കുന്നത്. ചില സമയത്ത് ഇത് 1799 എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും 1900 രൂപയ്ക്കും ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള T200 Lite, ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. 1399, 1199 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ എത്തിയെങ്കിലും അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് 1399 ആണ്. ഈ റേറ്റിന് അങ്ങോട്ട് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. സോ 1399 രൂപയ്ക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ്. 1500 രൂപയ്ക്കുള്ളിൽ ഇപ്പോൾ T110 ബെറ്റർ ഡീലാണ്. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 1200 രൂപയെ ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു T110 മേടിക്കുക. എന്നാൽ 1500 ആണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ 100 രൂപ കുറച്ചിട്ട് T200 Lite മേടിക്കുക എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് Air 5 2299 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 2500 രൂപയ്ക്കുള്ളിലും നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് ഇതിലെടുത്ത് പറയേണ്ട ആ ഒരു മൈ ക്വാളിറ്റി അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് Air 6, അതായത് 2799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇതിലൊക്കെ തന്നെ നമുക്ക് 50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ ബോൾട്ടിന്റെ ഇയർബഡ്സുകൾ പൊതുവെ നമ്മുടെ W40 ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 999 ആയിരിക്കും. അത് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുക. നോക്കട്ടെ, W40 നമുക്ക് 1799. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫറിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓസ്ട്ര 1199 കുഴപ്പമില്ലാത്ത ഡീലാണ്. എന്നാൽ ഇത് ഒരു 1000 രൂപയ്ക്കുള്ളിൽ കിട്ടേണ്ടതാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് W20 പക്ഷേ കുറഞ്ഞിട്ടുണ്ട്, 799 എത്തിയിട്ടുണ്ട്. 799 രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ മസ്താങ് ഡൈനോ എന്തായാലും 1299 കിട്ടുക, നല്ല ഡീലാണ്. ഈ മസ്താങ് ഡൈനോ ആണ് എനിക്ക് ആക്ച്വലി ടോർക്കിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ. സോ കുറച്ച് ബേസ് ഒക്കെ നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡൈനോയിലേക്ക് പോകുക. എന്നാൽ ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിസൈൻ അടിപൊളിയാണ്, മസ്താങ്ങിൻ്റെ ആ ഒരു കാറിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത്. സോ അങ്ങനത്തെ ഒരു ഡിസൈൻ വേണം, മഞ്ഞ കളറൊക്കെ വേണമെങ്കിൽ അതിലേക്ക് പോകുക. അതർവൈസ് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി കൂടുതൽ ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള വേണമെങ്കിൽ ഡൈനോ മേടിച്ചോളെ. അതേപോലെ തന്നെ ക്ലാരിറ്റി 1 വില കുറഞ്ഞിട്ടില്ല, 1299 ലാഭമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് പല പ്രോഡക്റ്റും. അതാണ് ടോർക്ക് 1799 ഇപ്പോഴും. അതെന്തായാലും 1799 മേടിക്കേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കൂടാതെ Z40 ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ അൺബോക്സിംഗ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 999 മേടിക്കാൻ സാധിക്കും. ഒരു ഗെയിമിംഗ് RGB ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് ആക്ച്വലി ഒരു ബോൾഡ് Z40 ഗെയിമിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ട്രൂക്കിലേക്ക് വരുവാണെങ്കിൽ ട്രൂക്കിൻ്റെ ക്രിസ്റ്റൽ ഉണ്ടല്ലോ, നല്ലൊരു പ്രോഡക്റ്റാണ്. 899 അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കട്ടെ എത്ര രൂപയാണെന്നുള്ളത്. 899 രൂപ തന്നെയാണ്.
എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും ക്രിസ്റ്റൽ നല്ലൊരു ഡീലാണ്. ഉടനെ തന്നെ ഇതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണും. എൻ്റെ കയ്യിൽ ഇത് ഇരിപ്പുണ്ട്. നല്ല സാധനമാണ്. 1000 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും കുറ്റം കൂടുതൽ പറയാൻ പറ്റാത്ത രീതിക്കുള്ളതാണ് ഈ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതങ്ങോട്ട് എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓഫർ വീഡിയോകൾ കണ്ടുവരുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ട്രൂക്ക് അങ്ങനെ പറയാറില്ല. എന്നാൽ ഇത് ഉപയോഗിച്ചിട്ട് കൊള്ളാവുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ക്രിസ്റ്റൽ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. 890 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ബോട്ട്. പൊതുവേ ഞാൻ എപ്പോഴും ബോട്ടാണ് ആദ്യം പറയാറുള്ളത്, ഇത്തവണ അങ്ങോട്ട് വിട്ടുപോയി. എന്തായാലും നമ്മുടെ 191 Pro കഴിഞ്ഞ ഓഫറിൽ നമുക്ക് 990 കിട്ടിയെങ്കിൽ ഇപ്പോൾ അത് 1190, 200 രൂപ കൂടിയിട്ടുണ്ട്. സോ അത് മേടിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ ഇതിൽ 100 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഒക്കെ ഉണ്ട്, അത് എടുത്ത് പറയേണ്ടതാണ്. കൂടാതെ എയർഡോപ്സ് സുപ്രീം നല്ലൊരു ബഡാണ്. സ്പെക് വൈസ് സുപ്രീം എന്ന് പറയുന്നത് 1390 കിട്ടും. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം, ബസ്സിങ് ആ ഒരു സൗണ്ട് ഇടയ്ക്കുണ്ട്. അതേപോലെ തന്നെ വെയറിംഗ് കംഫർട്ട് പലരും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ ആ ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെയറിംഗ് കംഫർട്ട് ഞാൻ അങ്ങനെ പറയത്തില്ല. പക്ഷേ ഒരു ബസ്സിങ് സൗണ്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യുക. അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് മേടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കൂടാതെ 161 or 163 990 ആയിട്ടുണ്ട്. 890 നോർമലി കിട്ടുക. ആ സമയത്ത് അതിന് മേടിച്ചാൽ മതി. കൂടാതെ എയർഡോപ്സ് 800 ആണെങ്കിലും 1790 അതിൻ്റെ നോർമൽ റേറ്റ് ആണ്. ഒരു 1500 താഴെ വരുവാണെങ്കിൽ മാത്രം ആ ഒരു എയർഡോപ്സ് 800 മേടിക്കുക. കൂടാതെ 111 V2 അതാണെങ്കിൽ പോലും 1290. സത്യം പറഞ്ഞാൽ വില കുറഞ്ഞിട്ടില്ല. ഇനി വില കുറഞ്ഞിട്ടുള്ള നോക്കുകയാണെങ്കിൽ നമ്മുടെ നിർവാണ അയോൺ ANC ആണ് 1890. ഈ നിർവാണ അയോൺ ANC മേടിക്കുന്നതിനേക്കാളും നമ്മുടെ റിയൽമി ബഡ്സ് T310 മേടിക്കുന്നതായിരിക്കും ഞാൻ കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിർവാണ അയോൺ 1590 കിട്ടും. ഇപ്പോൾ നിങ്ങൾ ബേസ് മാത്രമാണ്, നിങ്ങൾക്ക് ആ ഒരു ബേസ് ലെവറാണ് എന്നാൽ ബോട്ടിൻ്റെ പ്രോഡക്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിർവാണ അയോൺ മേടിച്ചോളൂ, നിർവാണ അയോൺ ANCനേക്കാളും. കാരണം വെച്ചാൽ നമുക്ക് 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് വെറുതെയാണ്. സോ അതുകൊണ്ട് തന്നെ വെറുതെ കാശ് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ലാണ്ട് ഈ ഒരു നിർവാണ അയോൺ മേടിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കൂടാതെ 150 hours അതിന് പോലും ഇപ്പോൾ 990 തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളത് മേടിക്കേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു 899 എത്താൻ ചാൻസ് ഉണ്ട്, അപ്പോൾ മേടിച്ചാൽ മതി. കൂടാതെ 131 Elite ANC പലരും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ് 1390 ആണ്. പക്ഷേ ഇതും ഒരു 1190 അല്ലെങ്കിൽ 1090 എത്തുന്നതിൽ നല്ലൊരു ഡീലായിരിക്കും. 1390 കുഴപ്പമില്ല, കാരണം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഇതിനകത്തുണ്ടെന്നുള്ളത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കൂടാതെ ഇനി ഏത് ബ്രാൻഡാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 2 അത് മാത്രം നോക്കിയാൽ മതി. നോക്കട്ടെ, 1290 ഇല്ല 1590 നിങ്ങളിപ്പോൾ മേടിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. 1290 അല്ലെങ്കിൽ 1490 ഇതിനകത്ത് എത്തുന്നെങ്കിൽ മാത്രം ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2 മേടിച്ചാൽ മതി. എന്തായാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇനി CMF by Nothing ബഡ്സ് അത് ഒരു 1890 ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ല 1990 ആണ്. ഒരു 100 രൂപ കൂടി കൂടുതലാണ് T310നേക്കാളും. ഓൾറെഡി നമ്മുടെ കമ്പാരിസൺ T310ഉം CMF by Nothing ബഡ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. അതോ T300 ആണോ എന്നറിയത്തില്ല. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് ശേഷം മാത്രം ഇത് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്തായാലും CMF by Nothing ബഡ്സ് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു ഡീപ്പ് ബേസ് അല്ലെങ്കിൽ ആ ഒരു റിച്ച് ബേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും 2000 രൂപയ്ക്കുള്ളിൽ CMF by Nothing ബഡ്സ് നിങ്ങളുടെ മേടിക്കാനേ വരത്തുള്ളൂ. ലാഭം തന്നെയാണ്. പക്ഷേ 1790 വരെ ഈ ഒരു CMF by Nothing ബഡ്സും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, 2000 രൂപയ്ക്കും നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ ബഡ്സ് പ്രോ 2490 എത്തേണ്ടതാണ്, പക്ഷേ 1790. സോ അത് നിങ്ങൾ മേടിക്കേണ്ട എന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളേ. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് പല പ്രോഡക്റ്റുകൾക്കും. ചില പ്രോഡക്റ്റുകൾക്ക് നമുക്ക് ലാഭത്തിന് മേടിക്കാം, ചിലത് ലാഭം ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിക്ക് ഇനി ചിലത് നോർമൽ ഓഫറിനേക്കാളും എന്നാൽ വില കൂടുതലാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഡീലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ പലതും കണ്ടത്. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ അഭിപ്രായം ഞാൻ ആ ഒരു കമന്റിന്റെ റിപ്ലൈ ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.